ദോഷമുണ്ട്. കാസർഗോഡ്, കാഞ്ഞങ്ങാട്, നീലേശ്വരം, ബദിയടുക്ക എന്നിങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളെ കാസർഗോഡ് ജില്ലയിലുണ്ട്. അവിടേക്ക് അദ്ദേഹത്തിൻ്റെ പിതാവ് ഫിലിപ്പുട്ടി പാസ്റ്റർ അനേക വർഷങ്ങൾക്ക് മുൻപ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കടന്നുപോയി സുവിശേഷ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അദ്ദേഹത്തോട് ചേർന്ന് മോഹൻ ബി ഡേവിഡ് എന്ന് പറയുന്ന മറ്റൊരു കർത്തദാസനും പിന്നത്തേതിൽ പോയി. അങ്ങനെ കാസർഗോഡ് എന്ന് പറയുന്ന ആ ഊഷര മണ്ണിലെ സുവിശേഷത്തിൻ്റെ വിത്തുകൾ വളരുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആ ഏറ്റവും അങ്ങേയറ്റത്തുള്ള ആ ജില്ലയിലെ സുവിശേഷത്തിൻ്റെ ആദ്യകാല വിത്തുകളൊക്കെ വിതറുന്നതിന് വേണ്ടിയും പല ചർച്ചുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച ഒരു ദൈവത്തിനാണ് ഫിലിപ്പുട്ടി പാസ്റ്റർ. ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഞാനും പോയി ഫിലിപ്പുട്ടി പാസ്റ്ററോടുകൂടെ ചിലയിടത്ത് താമസിച്ച് അവരുടെയൊക്കെ യോഗങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്ന് കാസർഗോഡ്, കണ്ണൂർ ജില്ലയിലെ വളരെ ശക്തമേറിയ നിലയിൽ സുവിശേഷ പ്രവർത്തനം സ്ഥായിയായി നിന്ന് ചെയ്യുന്ന ഒരു സഭയാണ് PMC എന്ന് പറയുന്ന സഭ, പൈനിയർ മിഷണറി ചർച്ച്. അതിൻ്റെ തുടക്കക്കാരിൽ ഒരുവനാണ് പ്രിയ ഫിന്നിയുടെ പിതാവ്. ആ ഒരു ആത്മീയ പൈതൃകം ദൈവം പ്രിയ ഫിന്നിക്ക് നൽകിയത് ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. അദ്ദേഹവും ദൈവത്തിൻ്റെ വചനം മണക്കാലിൽ പഠിച്ച് കർത്താവിൻ്റെ വേലയിലെ കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ടായിരിക്കുന്നു. വ്യത്യസ്തമായ നിലയിൽ, സഭാചാർജിലല്ല, വ്യത്യസ്തമായ നിലയിൽ ദൈവവേല ചെയ്യുന്നു. ക്രൈസ്തവ എഴുത്തുപുര എന്ന് അറിയപ്പെടുന്ന വളരെ പ്രസിദ്ധമായിരിക്കുന്ന, പ്രത്യേകിച്ച് ബഹറിലെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ധാരാളമായിട്ടുണ്ടല്ലോ. അതിൻ്റെ തുടക്കം ഇവിടെയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അതിൻ്റെ തുടക്കക്കാരിലെ ഒരുവനും ഇപ്പോഴും അതിൻ്റെ അമരക്കാരിൽ ഒരുവനുമാണ് പ്രിയ ഫിന്നി കാഞ്ഞങ്ങാട്. അദ്ദേഹത്തിൽ നമുക്ക് തുറന്നുള്ള ഒരു 15-20 മിനിറ്റ് സമയം ദൈവവചനം കേൾക്കാം. അതിനുവേണ്ടി അദ്ദേഹത്തെ കരങ്ങളടിച്ച് നമുക്ക് സ്വാഗതം ചെയ്യാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ സന്ധ്യാസമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ സഭയിൽ ഒരിക്കൽ കൂടി കടന്നു വന്ന ദൈവത്തെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ എന്ന വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ക്രിസ്തുവിൽ സഹോദരതുല്യം സ്നേഹിക്കുന്ന ഈ സഭയുടെ ആത്മീക ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ദൈവദാസൻ കുടുംബം, അദ്ദേഹവുമായി ദീർഘവർഷങ്ങൾ ഞങ്ങൾ കുടുംബമായി വളരെ അഭേദ്യമായ ബന്ധം ഉണ്ട്. കാസർഗോഡിൽ സുശേഷം പല പഞ്ചായത്തുകളിലും എത്തിച്ചേർന്നിട്ടില്ലാത്ത കാസർഗോഡ് ജില്ലയിൽ അവിടെ കടന്നു വന്ന് ഞങ്ങളുടെ വിവിധ സഭകളിൽ ബൈബിൾ ക്ലാസ് പഠിപ്പിക്കുവാനും ഞങ്ങളുടെ വിശ്വാസി സമൂഹത്തെ ആത്മീയമായി കൂടുതൽ കരുത്തും ആത്മീയ കാഴ്ചപ്പാട് നൽകുവാൻ പ്രിയ ദൈവദാസൻ പല തവണ അവിടെ കടന്നു വരികയും ബൈബിൾ ക്ലാസ്സും വിവിധ കൺവെൻഷൻ പ്രഭാഷണങ്ങളൊക്കെ നടത്തുവാനും ഇടയായി തീർന്നിട്ടുണ്ട്. അതൊക്കെയും ഞങ്ങളുടെ സഭയ്ക്കും വിശ്വാസികൾക്കും ദൈവദാസന്മാർക്കൊക്കെ അനുഗ്രഹമായി തീർന്നിട്ടുണ്ടെന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മുമ്പ് വിനിൽ പാസ്റ്റർ ഇവിടെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഈ സഭയിൽ കടന്നു വരുവാൻ എനിക്കൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. ദൈവം വീണ്ടും നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയ, ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന ക്രൈസ്തവ എഴുത്തുപുരയുടെ ബഹ്റിൻ ചാപ്റ്ററിന് വളരെ നല്ല രീതിയിൽ നേതൃത്വം നൽകുന്ന പ്രിയ സാം സജി, പ്രിയ ജോബിന്, മറ്റ് സഹോദരങ്ങൾ വളരെ ഞാൻ സ്നേഹിക്കുന്ന ഒത്തിരി ആളുകൾ ഇവിടെയുണ്ട്. എല്ലാവരുടെ പേരെടുത്ത് പറയാൻ താല്പര്യപ്പെടുന്നില്ല. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഈ സഭ ഇത്രത്തോളം അനുഗ്രഹമായി തീരുവാൻ, ഇത്രത്തോളം ഈ സഭയുടെ വളർച്ച കാണുവാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയം മുൻപോട്ട് പോകുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ചെറിയൊരു ചിന്ത ഇന്ന് രാത്രികാലം നിങ്ങളുടെ ആത്മീയ വർദ്ധനവിന് വേണ്ടി പറഞ്ഞതിന് ശേഷം വേഗത്തിലിരിക്കുവാൻ ഞാൻ ആണ്. ആധാരമായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 10-ാമത്തെ വാക്യം. നമുക്ക് വളരെ സുപരിചിതമായ ഒരു സന്ദർഭമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. ജീവിതത്തിൽ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് സക്കായി എന്നായിരുന്നു. സക്കായിയെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നത് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്. ഹീബ്രു വേർഡ് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നത് വിശുദ്ധനായ അല്ലെങ്കിൽ ഒരു നീതിമാനായ മനുഷ്യൻ എന്നായിരുന്നു ആ പേരിൻ്റെ അർത്ഥം. പക്ഷേ തൻ്റെ പേരിനോട് നീതി പുലർത്തുവാൻ കഴിയാത്ത ഒരു വ്യക്തിയായി
ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് സക്കായി മാറുവാനായി ഇടയായി തീർന്നു. പലരും വേർപെട്ട അല്ലെങ്കിൽ കർത്താവിൻ്റെ വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ട പല വ്യക്തികളും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന അവരെ വിളിക്കനുസരിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയാതെ, അവരുടെ പേരിന് അല്ലെങ്കിൽ അവരുടെ ആത്മീയതയ്ക്ക് നീതി പുലർത്തുവാൻ കഴിയാതെ ദൈവനാമം ദുഷിക്കുന്നവരായി തീർന്ന പല വ്യക്തി ജീവിതങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്, നമ്മുടെ വിളി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നാമം നമ്മുടെ ജീവിതത്തിലൂടെ മഹത്വപ്പെടണം എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അനേകർ നമ്മെ കാണുന്നവർ നമ്മിലൂടെ നമ്മുടെ കർത്താവിനെ കാണുവാനായിട്ട് ഇടയായിത്തീരണം. ഇവിടെ തൻ്റെ പേര് വിശുദ്ധനായ നീതിമാനായ ഒരു വ്യക്തി എന്ന അർത്ഥമാണ് വരുന്നതെങ്കിലും തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ തൻ്റെ സമൂഹത്തിന്, തൻ്റെ കൂടെയുള്ള ആളുകൾക്ക് താനൊരു പാപിയായ മനുഷ്യനായിട്ടാണ് ഇവിടെ നമുക്ക് സക്കായിയെ കാണുവാനായിട്ട് കഴിയുന്നത്. അവനെ നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്, ചുങ്കക്കാരിൽ പ്രമാണിയായ, അവൻ സാധാരണ ഒരു ചുങ്കക്കാരനായിരുന്നില്ല, ചുങ്കക്കാരിൽ പ്രമാണിയായ ഒരു ചീഫ് ടാക്സ് കളക്ടർ അല്ലെങ്കിൽ ഒരു ഔദ്യോഗികമായ ഒരു ചുമതല വഹിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. യഹൂദ സമൂഹത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഈ ചുങ്കക്കാരെ അല്ലെങ്കിൽ അവരെ പാപികളായിട്ടും അവരെ സമൂഹം വെറുക്കപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു അവിടെ കാണുവാനായിട്ട് ഇടയായിത്തീർന്നത്. എന്നാൽ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീർന്നത് ഈ വ്യക്തി യേശുവിനെ കുറിച്ച് കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇതിന് മുൻപുള്ള സന്ദർഭം നമുക്ക് പഠിച്ചാൽ മനസ്സിലാകുവാനിടയായിത്തീർന്നത്, കുരുടനായ ഒരു മനുഷ്യൻ അവൻ യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമെന്ന് ഉറക്കെ നിലവിളിക്കുന്ന ഒരു സന്ദർഭം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അവിടെ യേശുവിനെ കാണിച്ചു കൊടുക്കേണ്ടവർ അല്ലെങ്കിൽ യേശുവിനെ പരിചയപ്പെടുത്തേണ്ടവർ, യേശുവിനെ അവൻ്റെ അടുത്തേക്ക് ലഭ്യമാക്കേണ്ടുന്ന ശിഷ്യന്മാർ അല്ലെങ്കിൽ ജനങ്ങളൊക്കെയും അവനെ മിണ്ടാതിരിപ്പാൻ അവനെ ശാസിക്കുന്നത് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ അവൻ പിന്നെയും ഉറക്കെ നിലവിളിക്കുന്നത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അവിടെ അവൻ്റെ നിലവിളി ഒരു പ്രാർത്ഥനയായിട്ട് നാം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുവാനായിട്ട് ഇടയായിത്തീർന്നു. ആദ്യം അവൻ നിലവിളിച്ചപ്പോൾ അവൻ്റെ ആ നിലവിളി യേശു കേട്ടില്ല, എന്നാൽ പിന്നെയും അവൻ ഉറക്കെ നിലവിളിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ന് രാത്രികാലം ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്, നമ്മൾ നാളുകളായി പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങൾക്ക് നാം മറുപടി ലഭിച്ചില്ല എന്ന് നാം പലപ്പോഴും ചിന്തിച്ചേക്കാം. എന്നാൽ ദൈവം ഹല്ലേലൂയ പല വിഷയങ്ങളുടെ മധ്യത്തിൽ നാം ഉറക്കെ ഒന്നുകൂടി നിലവിളിക്കുവാൻ ഇന്ന് രാത്രികാലം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അവിടെ അവൻ നിലവിളിക്കുമ്പോൾ അവൻ്റെ നിലവിളി കേട്ട് അവൻ്റെ അടുക്കൽ വന്ന് അവനെ സൗഖ്യമാക്കുന്ന ഒരു സന്ദർഭം അതിന് മുൻപ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് ഈ സംഭവം നടക്കുന്നത് എരിഹോവിലാണ്. എരിഹോവിൽ തന്നെയാണ് ഈ സക്കായിയുടെ സ്വദേശം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അവിടെ ഈ സക്കായി മുൻപ് നടന്ന അത്ഭുതത്തെക്കുറിച്ച് താൻ ഒരുപക്ഷെ കേട്ടിരിക്കാം. ഇങ്ങനെ ഒരു മനുഷ്യനുണ്ട്, യേശു എന്ന് പറഞ്ഞ ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തിന് രോഗം സൗഖ്യമാക്കുവാൻ കഴിയും, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ കഴിയും, മറ്റുള്ളവരുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്താൻ കഴിയും, തകർന്നിരിക്കുന്ന മനുഷ്യർക്ക് ആശ്വാസമായി അവരുടെ ജീവിതത്തിൽ അവരുടെ പാപങ്ങളെ മോചിക്കുന്ന ഒരു വ്യക്തിയായി യേശുവിനെ ഒരുപക്ഷെ ഈ സക്കായി യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകാം. ആ യേശുവിനെ ഒന്ന് കാണണം, ആ യേശുവിനെ ഒന്ന് അറിയണം, ആ യേശുവിൻ്റെ അടുക്കലേക്ക് ഒന്ന് കടന്നു ചെല്ലണം എന്ന ആഗ്രഹം സക്കായിയുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴാണ് അവൻ യേശുവിനെ കാണുവാനായിട്ട് കടന്നുപോയത്. പലപ്പോഴും പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിൻ്റെയും വേദനയുടെയും മധ്യത്തിൽ നാം ആയിരിക്കുമ്പോൾ ആ മനുഷ്യൻ ഒരുപക്ഷെ നമ്മുടെ വിഷയങ്ങൾ അറിഞ്ഞില്ലെങ്കിലും, നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞില്ലെങ്കിലും, നമ്മുടെ മനോഭാവത്തെ മനസ്സിലാക്കിയില്ലെങ്കിലും നമ്മെ മനസ്സിലാക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ സക്കായിയുടെ ആഗ്രഹം യേശുവിനെ കാണുക എന്നുള്ളതാണ്. അവൻ്റെ യേശുവിനെ കാണുന്നതിന് വേണ്ടി അവൻ അവിടെ കടന്നു ചെന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഈയായിത്തീരുന്നത്, അവിടെ കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. അവർ അവിടെ നിൽക്കുന്നത് കൊണ്ട് തൻ്റെ ജീവിതത്തിൽ തൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അല്ലെ തൻ്റെതായ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അവൻ യേശുവിനെ കാണുവാനായിട്ട് കഴിഞ്ഞില്ല. ഇവിടെ രണ്ട് പരിമിതികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജനങ്ങൾ അവനൊരു പരിമിതിയായി മാറി, അവൻ്റെതായ ജീവിതം അല്ലെങ്കിൽ അവൻ്റെതായ ശരീരം അവനൊരു പരിമിതിയായി മാറി. പലപ്പോഴും പല പരിമിതികൾ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ ജനങ്ങളെക്കുറിച്ച് നാം പഠിച്ചാൽ മനസ്സിലാക്കുവാനിടയ്ക്കുന്നത്, ഇവന് യേശുവിനെ കാണുവാൻ ജനങ്ങൾ ഒരു തടസ്സമായി മാറി. നമ്മുടെ ആത്മീയ ജീവിതം കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ മനോഭാവം കൊണ്ട് മറ്റുള്ളവർ യേശുവിനെ കാണുവാൻ തടസ്സമായി മാറുന്നുണ്ടോ എന്ന് ഇന്ന് രാത്രികാലം നമുക്കൊന്ന് ചിന്തിക്കാം.
അവിടെ ആ ജനങ്ങൾ കാരണം അവന് യേശുവിനെ കാണുവാനായിട്ട് കഴിഞ്ഞില്ല. രണ്ടാമത്തെ കാര്യം, അവൻ്റെ ജീവിതത്തിലെ പരിമിതി. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ പൊക്കമില്ലാത്തത് കൊണ്ട് അവൻ യേശുവിനെ കാണുവാനായിട്ട് കഴിഞ്ഞില്ല. അവൻ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, അവൻ്റെതായ ഔദ്യോഗികമായ ആ യോഗ്യതകളോ പദവിയോ ഒന്നും അവൻ കണക്കാക്കിയില്ല, അതിനെക്കുറിച്ച് അവൻ ചിന്തിച്ചില്ല. അവന് ഒരേ ഒരു ആഗ്രഹമായിരുന്നു, എനിക്ക് യേശുവിനെ കാണണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പരിമിതികൾ യേശുവിനെ കാണുവാനായിട്ട് ഒരു തടസ്സമായി മാറരുത്. പലപ്പോഴും ഹാലലുയ പല പരിമിതികൾ, ഹാലലുയ ഇതുപോലുള്ള വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പലപ്പോഴും യേശുവിനെ കാണുവാൻ അത് തടസ്സമായി പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മാറാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പരിമിതികൾ കർത്താവിനെ കാണുവാനായിട്ട് ഒരു തടസ്സമായി മാറാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ അവൻ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് അവൻ പറയുന്ന ഒരു കാര്യം, അവൻ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് എങ്ങനെങ്കിലും യേശുവിനെ ഒന്ന് കാണണം. അവനൊരു ഉദ്യോഗസ്ഥനാണ്, അവൻ ഒരു ചീഫ് ടാക്സ് കളക്ടറാണ്. അവൻ സാധാരണ അങ്ങനെയുള്ള ഒരു പദവി വഹിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും മരത്തിൽ കയറാറില്ല, അല്ലെങ്കിൽ ഒരു മരത്തിൽ കയറി യേശുവിനെ കാണുവാൻ അങ്ങനെയുള്ള ഒരാൾ തയ്യാറാകത്തില്ല. പക്ഷേ സക്കായിയുടെ ജീവിതത്തിൽ സക്കായിക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്നു, എനിക്ക് എങ്ങനെങ്കിലും യേശുവിനെ ഒന്ന് കാണണം, എനിക്ക് എങ്ങനെങ്കിലും യേശുവിനെ ഒന്ന് അറിയണം. ഹാലലുയ ഇന്ന് രാത്രികാലം വാസ്തവമായിട്ട് യേശുവിനെ അറിയുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ? നാളുകളായി നാം വിശ്വാസത്തിൽ കടന്നു വന്നു, ഒത്തിരി വർഷത്തെ പാരമ്പര്യം നമുക്ക് പറയുവാൻ കഴിയും, ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് പറയുവാനായിട്ട് കഴിയും. എന്നാൽ യേശുവിനെ വാസ്തവമായി നമ്മുടെ ജീവിതത്തിൽ ഒന്ന് രുചിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് രാത്രികാലം നമുക്കൊന്ന് ചിന്തിക്കാം. ഇവിടെ സക്കായി നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീർന്നത്, അവൻ്റെ പരിമിതികളെ അവൻ അവഗണിച്ചുകൊണ്ട് അവൻ യേശുവിനെ കാണുവാനായിട്ട് അവൻ അവിടെ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അവൻ ആ മരത്തിന്മേൽ കയറി, കാട്ടത്തിയാണ്, വളരെ കാട്ടത്തിയെക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നത്, ഈ ദേവദാസനൊക്കെ വളരെ ഈ ബൈബിൾ ക്ലാസ്സുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ ഗഹനമായിട്ട് ആ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുന്ന വ്യക്തികളാണ്. അവിടെ കാട്ടത്തി വളരെ മുള്ളുകൾ നിറഞ്ഞ, വളരെ പരുഷമായ, വളരെ കയറുവാൻ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക്, സാധാരണ ഒരു വ്യക്തിക്ക് അതിലേക്ക് കയറുവാനായിട്ട് കഴിയത്തില്ല. വളരെ ബുദ്ധിമുട്ടും പ്രയാസമുള്ള ഒരു അവസ്ഥയാണ് ഈ കാട്ടത്തി എന്ന് പറയുന്നത്. മാത്രമല്ല ഇലകൾ ഊർന്നു നിൽക്കുന്നത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ അവൻ എങ്ങനെങ്കിലും എനിക്കിന്ന് യേശുവിനെ കാണണം, ആ ആഗ്രഹം അവൻ്റെ ജീവിതത്തിലുള്ളതുകൊണ്ട് അവൻ വളരെ പ്രതിസന്ധിയും കഷ്ടതയും പ്രയാസവും സഹിച്ച് അവൻ അതിൻ്റെ മുകളിലേക്ക് കയറുവാനായിട്ട് ഇടയായി തീർന്നു. അവൻ അതിൻ്റെ മുകളിൽ കയറി അവിടെ ഇരിക്കുന്ന സമയത്ത് അവിടെ യേശു അവൻ്റെ അടുക്കലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി. അവൻ ആഗ്രഹിച്ചു, എനിക്ക് എങ്ങനെയെങ്കിലും യേശുവിനെ ഒന്ന് കണ്ടാൽ മതിയെന്ന്. പക്ഷേ അവൻ്റെ ആഗ്രഹത്തിന് അപ്പുറത്തായിട്ട് അവൻ എന്താഗ്രഹിച്ചോ അതിനേക്കാൾ വലിയൊരു പ്രവൃത്തി അവിടെ നടക്കുകയാണ്. അവനെ യേശു കാണുവാനായിട്ട് ആഗ്രഹിച്ചു. നാം യേശുവിനെ കാണുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് യേശു നമ്മളെ കാണുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ കാണുവാൻ, നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാൻ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ ഹല്ലേലൂയ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ ഒന്ന് കാണുവാൻ, അല്ലെങ്കിൽ യേശു ഒന്ന് കാണുവാൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതം എത്രത്തോളം യോഗ്യമായിരിക്കുന്നു എന്ന് രാത്രികാലം നമുക്കൊന്ന് ചിന്തിക്കാം. യേശുവിന് കാണുവാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ജീവിതമാണോ നാം നയിക്കുന്നത്? യേശു നമ്മുടെ അടുക്കൽ വരുവാൻ ഉള്ള ഒരു യോഗ്യതയാണോ നമ്മുടെ ജീവിതത്തിലുള്ളത്? പല കുടുംബങ്ങളിൽ നാം കടന്നു ചെല്ലുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് സമാധാനമില്ല, സന്തോഷമില്ല, ജീവിതത്തിൽ പരസ്പരം ഐക്യതയോ അല്ലെങ്കിൽ ഒന്നുമില്ല, വഴക്കും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായി കുടുംബ ബന്ധങ്ങളൊക്കെ തകരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. യേശു നമ്മുടെ അടുക്കലേക്ക് കടന്നു വന്ന് നമ്മെ ഒന്ന് കാണാൻ തയ്യാറായാൽ അതിനുള്ള യോഗ്യത നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇന്ന് രാത്രികാലം നമുക്കൊന്ന് ചിന്തിക്കാം. യേശു അവൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് അവനെ കാണുവാനായിട്ട് ആഗ്രഹിക്കുക മാത്രമല്ല, അതിനേക്കാൾ അപ്പുറത്ത്, ഒരുപടി അപ്പുറത്ത് ഈ സക്കായിയോട് യേശു പറയുകയാണ്, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കുവാൻ വരികയാണ്. ഹല്ലേലൂയ. ഒന്ന് കാണുവാൻ മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. പക്ഷേ ഹല്ലേലൂയ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായി നടത്തുവാൻ കഴിയുന്ന ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഹല്ലേലൂയ സാന്നിധ്യം ഹല്ലേലൂയ അവിടെ അവൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് അവൻ്റെതായ അവസ്ഥകളെ മനസ്സിലാക്കി അവൻ ആഗ്രഹിച്ചതിനേക്കാൾ അപ്പുറത്ത് അവനോടൊപ്പം പാർക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. പലപ്പോഴും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നാം ആഗ്രഹിക്കുന്നത്. പക്ഷേ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്ലാൻ അതിനേക്കാൾ അപ്പുറത്താണ്.
ചില വിഷയങ്ങൾക്ക് ഹല്ലേലൂയ മറുപടി താമസിക്കുന്നുവെന്ന് നാം വിചാരിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ഹല്ലേലൂയ ആ വിഷയങ്ങൾക്ക് ഹല്ലേലൂയ മറുപടി താമസിച്ചാലും ഹല്ലേലൂയ എപ്പോൾ ആ മറുപടി വെളിപ്പെടുന്നോ ആ മറുപടി വളരെ അനുഗ്രഹീയമായ മറുപടിയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. അവൻ്റെ ഭവനത്തിൽ യേശു എത്തി. ഭവനത്തിൽ വന്നതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത്, അവിടെ യേശു എൻ്റെ വീട്ടിൽ വന്നു എന്ന് അവൻ തൻ്റെതായ അല്ലെങ്കിൽ തൻ്റെ മനോഭാവത്തിൽ ആ യേശു എൻ്റെ വീട്ടിൽ വന്നു, മറ്റാരുടെ വീട്ടിൽ വന്നില്ല എന്ന ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു അഹംഭാവം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയല്ല അവിടെ ചെയ്തത്. മറിച്ച് അവൻ്റെ ജീവിതത്തിൽ ഒരു അനുതാപത്തിൻ്റെ അവസ്ഥയിലേക്ക് അവൻ കടന്നു വരുവാനായിട്ട് യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അനുതാപം ഉണ്ടാകും, ഹല്ലേലൂയ മാനസാന്തരം ഉണ്ടാകും. ഹല്ലേലൂയ യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു രൂപാന്തരം കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. നാം ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് രൂപാന്തരത്തിന് കാരണമായി തീർന്നില്ല എങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ആരാധനകൾ കൊണ്ടോ നമ്മുടെ കയ്യടി കൊണ്ടോ നമ്മുടെ പാട്ടുകൊണ്ടോ യാതൊരു പ്രയോജനവുമില്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ നമ്മുടെ കുടുംബത്തിൽ അത് കടന്നു വരുമ്പോൾ അത് രൂപാന്തരത്തിന് കാരണമായി തീർന്നാൽ ഹല്ലേലൂയ അത് ഒരു നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ രൂപാന്തരത്തിന് കാരണമായി തീർന്നാൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി വിടുതലായി മാറുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. അവൻ പറയുകയാണ്, ഞാൻ അവൻ്റെതായ തെറ്റുകളെ അവൻ മനസ്സിലാക്കുന്നു. ഞാൻ ചെയ്തിട്ടുള്ള ആ തെറ്റ് അവൻ തന്നെ ആ തെറ്റിന് തിരിച്ചറിഞ്ഞ് അവൻ പറയാണ്, ഞാൻ വാങ്ങിയതിൻ്റെ ഇരട്ടി മടക്കി കൊടുക്കുവാനായിട്ട് തരാം. അവിടെയുള്ള അവൻ്റെ ആ മാനസാന്തരം എന്ന് പറയുന്നത് സാധാരണ ഒരു വായ് കൊണ്ട് പറഞ്ഞ് ഉള്ള ഒരു മാനസാന്തരമല്ല, മറിച്ച് അതിനേക്കാൾ അപ്പുറത്ത് ഒരു വില കൊടുക്കുന്ന ഒരു മാനസാന്തരം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദിവസവും കടന്നു വന്ന് വചനം കേൾക്കുമ്പോൾ ആ സമർപ്പിക്കുന്ന ഒരു മനോഭാവമല്ല, അതിനേക്കാൾ അപ്പുറത്ത് സക്കായി തൻ്റെതായ സമ്പാദ്യം, താൻ ഇത്ര നാൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന തൻ്റെ സമ്പാദ്യം ഇതൊക്കെയും താൻ ത്യജിച്ച് ആ മാനസാന്തരം എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ചിലപ്പോൾ ഒരുപക്ഷെ ചെയ്യാൻ കഴിയുന്നൊരു മാനസാന്തരമല്ല, അതൊരു വിലയേറിയൊരു മാനസാന്തരമാണ്. ഞാൻ യേശുവിനെ കാണുവാനായിട്ട് ഈ സക്കായി വന്നപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, നമ്മളൊക്കെ വരുന്ന പോലെ ചിലപ്പം ഒരു രോഗസൗഖ്യത്തിനോ അല്ലെങ്കിൽ അവനൊരു വീട് വെക്കുന്നതിനോ അല്ലെങ്കിൽ കുറേ സമ്പത്ത് നേടുന്നതിനോ അല്ലെങ്കിൽ ഒരു യേശുവിനെ കാണുന്നതിലൂടെ തനിക്കൊരു പ്രശസ്തി കിട്ടുന്നതിനോ ഒന്നുമായിരുന്നില്ല സക്കായി യേശുവിനെ കാണുവാനായിട്ട് കടന്നു വന്നത്. ഇന്ന് പലരും യേശുവിനെ കാണാനായിട്ട് വരുന്നത് രോഗസൗഖ്യം പ്രാപിക്കണം, അല്ലെങ്കിൽ ആത്മീയ അനുഗ്രഹം പ്രാപിക്കണം, ഒരു വീട് വെക്കണം, അല്ലെങ്കിൽ ഒരു കാർ എടുക്കണം, അല്ലെങ്കിൽ പല പല മാനുഷികമായിട്ടുള്ള പല ആവശ്യങ്ങളുടെ പുറത്താണ് പലരും കടന്നു വരുന്നത്. പക്ഷെ ഇവിടെ സക്കായി കടന്നു വന്നത്, എനിക്കെന്ന് യേശുവിനെ അറിയണം, വാസ്തവമായി യേശുവിനെ ഒന്ന് അറിയണം. എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി കാലം ദൈവസ്ഥലം നിന്ന് അടയാം. നമ്മുടെ പരിമിതമായ സമയത്തിനുള്ളിൽ ദൈവാത്മാവ് ചില ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. നാം ദൈവത്തെ അറിഞ്ഞവരാണ്, ദൈവത്തെ മനസ്സിലാക്കിയവരാണ്, ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവരാണ്. പക്ഷേ ഇന്ന് രാത്രികാലം വാസ്തവമായി നമ്മുടെ ജീവിതത്തിൽ സക്കായി ദൈവത്തെ അറിഞ്ഞതുപോലെ ഹല്ലേലൂയ സമ്പത്തിന് വേണ്ടിയല്ല, ഹല്ലേലൂയ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല, നമ്മുടെ ജീവിതത്തിലുള്ള പ്രശസ്തിക്കോ പേരിനോ വേണ്ടിയല്ല, മറിച്ച് അതിനേക്കാൾ അപ്പുറത്ത് എനിക്ക് യേശുവിനെ ഒന്ന് അറിയണം, യേശുവിൻ്റെ സാന്നിധ്യം ഒന്ന് അറിയണം, അവനിലൂടെയുള്ള രക്ഷയൊന്ന് അറിയണം. അവിടെ നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീർന്നത്, അവൻ ഹല്ലേലൂയ യേശു അവനോട് പറയാണ്, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. രക്ഷ ഹല്ലേലൂയ ജീവിതത്തിൽ വരത്തക്ക രീതിയിലുള്ള ഒരു മാനസാന്തരം ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവികമായ രക്ഷ നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ, ഒരു സാൽവേഷന്റെ അനുഭവത്തിലേക്ക് നാം മാറി ഹല്ലേലൂയ ദൈവത്തെ വാസ്തവമായി ഒന്ന് കാണുവാൻ, ആ ദൈവമായിട്ട് വാസ്തവമായി ഒന്ന് ബന്ധപ്പെട്ട് ഹല്ലേലൂയ സാധാരണ കടന്നു വന്ന് എല്ലാ ആഴ്ചയിലും കടന്നു വന്ന് പ്രാർത്ഥിച്ച് പാട്ടുപാടി സാക്ഷ്യം പറഞ്ഞ് മടങ്ങിപ്പോകുന്ന അവസ്ഥകളെക്കാൾ അപ്പുറത്ത് ഹല്ലേലൂയ കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ആവശ്യമാണ്. സക്കായിയെ പോലെ ഒരു അനുതാപം എൻ്റെ ജീവിതത്തിൽ അനിവാര്യമാണ് കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമുക്ക് ദൈവത്തോട് പറയാം, എല്ലാ കണ്ണുകളും ദൈവസ്ഥലം അടയാട്ടെ. അല്പസമയം നമ്മുടെ ആദരങ്ങളെ തുറന്ന് ദൈവത്തോടൊന്ന് ഹല്ലേലൂയ പ്രാർത്ഥിക്കാം. കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒന്ന് വാസ്തവമായി അങ്ങനെ ഒന്ന് അറിയണം, അന്ന് അടുത്തറിയണം കർത്താവേ, അങ്ങനെ സാന്നിധ്യം ഒന്ന് എനിക്ക് അനുഭവിക്കണം കർത്താവേ. ഇന്ന് രാത്രികാലം ദൈവത്തോട് നമുക്ക് പറയാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ.
ഹല്ലേലൂയ, അങ്ങ് ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ സാക്ഷികളാക്കി ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളെ നിർത്തിയിരിക്കുന്നല്ലോ കർത്താവേ. ദൈവത്തിന് ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതികൾ, ദൈവത്തിന് ഞങ്ങളെക്കുറിച്ചുള്ള ഉദ്ദേശം, ദൈവത്തിന് ഞങ്ങളെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ ഈ നാളുകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നിർവഹിക്കുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സക്കായി ദൈവത്തെ അറിഞ്ഞതുപോലെ വാസ്തവമായി ദൈവത്തെ ഒന്ന് അറിയുവാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഒന്ന് അനുഭവിപ്പാൻ, ദൈവത്തിൻ്റെ രക്ഷയെ ഒന്ന് കരസ്ഥമാക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനായി സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കുടുംബമായി അനുഗ്രഹിക്കണമേ. ഈ സഭയ്ക്കായി സ്തോത്രം. ഈ സഭ ദേശത്തിന് അനുഗ്രഹമായി തീരുവാൻ, ബഹ്റൈൻ രാജ്യത്തിന് അനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾ ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സഭയുടെ ശുശ്രൂഷകൾക്ക് നേർ നൽകിയ ദൈവദാസനായി കുടുംബത്തിനായി സ്തോത്രം. ദൈവം അവരെ ഈ ദേശത്ത് നിർത്തിയിരിക്കുന്നല്ലോ. അവരിലുള്ള ശുശ്രൂഷകളെ ഈ ദേശത്ത് നിറപടിയായി ദൈവം ചെയ്തെടുക്കുന്നതിനായി സ്തോത്രം. പിന്നെ അനുഗ്രഹിക്കുക സഹായിക്കുകയും ചെയ്യണം. പ്രാർത്ഥന അനുഗ്രഹിക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ അവസരം വേർച്ചെന്ന ദൈവദാസനോടും സഭയോടും എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾ പ്രാർത്ഥനയിൽ കാസർഗോഡ് ഓർക്കുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ